ദിവ്യ കോളേജിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് KCS ആക്ട് ആൻഡ് റൂളിൽ 2024 അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റിൻ്റെ ടോപ്പിക്കാണ് കേട്ടോ. സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ CSEയുടെ പരീക്ഷയ്ക്ക് പുതിയ അമെൻമെൻറ്റ് പ്രകാരമായിരിക്കും പരീക്ഷ എന്ന് CSEB തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. PSയുടെ പരീക്ഷയ്ക്ക് നമുക്ക് വ്യക്തതയില്ല, പുതിയ അമെൻമെൻറ്റ് വരുമോ പഴയ അമെൻമെൻറ്റ് വരുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. രണ്ടും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. പിന്നെ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറുടെ പരീക്ഷയുടെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ എന്തുള്ളൂ KCS ആക്ട് ആൻഡ് റൂൾ എന്നുള്ളൂ. അതുകൊണ്ട് രണ്ടും പഠിക്കുക എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം കേട്ടോ. അപ്പോൾ പുതിയ അമെൻമെൻറ്റും പഠിക്കണം, പഴയ അമെൻമെൻറ്റും പഠിക്കണം. ഓക്കെ, ഞാൻ കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കുന്നില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. നമ്മളിന്ന് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് ന്യൂ അമെൻമെൻറ്റ് 2024 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് സെക്ഷൻ 63 കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ KCS ആക്ടിലെ ചാപ്റ്റർ 8 ഇതിനെ കുറിച്ച് പറയുന്നത്, ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 63 എന്തിനെ കുറിച്ചാണ് പറയുന്നത്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ നോക്കൂ, സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരു കാര്യം പറയാം. നമ്മൾ പുതിയ അമെൻമെൻറ്റും പഴയ അമെൻമെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, പഴയ അമെൻമെൻ്റ് അല്ല, ഓൾറെഡി നിലവിലുള്ള KCS ആക്ട് ആൻഡ് റൂളും പുതിയ അമെൻമെൻറ്റും എന്ത് ചെയ്യണം, രണ്ടും കൂടി ചേർത്തിയാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബ്ലാക്ക് ലെറ്ററിൽ അടിച്ചതൊക്കെ നമ്മൾ ഓൾറെഡി നിലവിൽ KCS ആക്ട് ആൻഡ് റൂളിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ബ്ലാക്ക് ലെറ്ററിൽ, അതായത് കറുത്ത അക്ഷരങ്ങളിൽ അടിച്ചിട്ടുള്ളതൊക്കെ എന്താണ്, നിലവിൽ KCS ആക്ട് ആൻഡ് റൂളിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. റെഡ് ലെറ്ററിൽ, അതായത് ചുവപ്പ് നിറത്തിൽ അടിച്ചിട്ടുണ്ട്, ലെറ്റർ എന്തായിട്ടുണ്ട്, റെഡ് കളറിൽ അടിച്ചിട്ടുണ്ട്, അത് നമ്മുടെ പുതിയ അമെൻമെൻ്റ് ആണ് കേട്ടോ. പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്, ഇതിന് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൂടെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പഴയ അമെൻമെൻ്റ് ആണ്. അത് CSEയുടെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും പഠിക്കേണ്ട. പക്ഷേ PSയുടെ പരീക്ഷയ്ക്ക് മുമ്പ് രണ്ടും എന്ത് ചെയ്യുക, അറ്റ് പ്രസൻറ്റ് വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകുക. ഓക്കെ, അപ്പോൾ ഈ ബ്ലാക്ക് ലെറ്ററിൽ അടിച്ചതൊക്കെ ഓൾറെഡി നിലവിൽ KCS ആക്ട് ആൻഡ് റൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അതിലൊന്നും മാറ്റമില്ല. പിന്നെ നമ്മുടെ KCS ആക്ട് 2024 DCയുടെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല സെക്ഷൻസും കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. വളരെ കുറച്ച് കാര്യങ്ങളിലാണ് എന്തുള്ളത്, അമെൻമെന്റ് ഉള്ളത്. ഓക്കെ, അപ്പം അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഭാഗം തന്നെയാണെന്ത്, നമ്മുടെ ഈ സെക്ഷൻ 63 ഓഡിറ്റ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ കാര്യമായിട്ട് ശ്രദ്ധയോടുകൂടി വീഡിയോസ് കാണുക, കാര്യങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നോക്കൂ, സെക്ഷൻ 63 ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ സെക്ഷൻ 63 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രൈമർലി ഡീൽസ് വിത്ത്, നമുക്കറിയാവുന്ന ക്വസ്റ്റൻ ആണ്. സെക്ഷൻ 63, അതായത് KCS ആക്ടിലെ സെക്ഷൻ 63 എന്താണ് ഡീൽ ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ക്വസ്റ്റൻ കേട്ടോ. സെക്ഷൻ 63 എന്താ ഡീൽ ചെയ്യുന്നത്, ദ അപ്പോയിൻമെന്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. നമുക്കറിയാം എന്തിനെ കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്, അപ്പോയിൻമെന്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ അപ്പോയിൻമെന്റിനെ കുറിച്ചിട്ടും ഡ്യൂട്ടീസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ 63 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രൈമർലി ഡീൽസ് വിത്ത്. ഓക്കെ, മെൻഷൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് ചോദിച്ചാൽ ദ അപ്പോയിൻമെന്റ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. DCAയുടെ അപ്പോയിൻമെന്റും ഡ്യൂട്ടീസിനെയും സംബന്ധിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്, സെക്ഷൻ 63 മെൻഷൻ ചെയ്യുന്നത് കേട്ടോ. അത് ഓൾറെഡി നമ്മുടെ KCS ആക്ട് ആൻഡ് റൂളിൽ ഉള്ള കാര്യം തന്നെയാണ്. ഓക്കെ, നോക്കൂ, ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള അപ്പോയിന്റഡ്. ആരാണ് DCA അപ്പോയിന്റ് ചെയ്തത്, ആരാണ് അപ്പോയിന്റ് ചെയ്തത്, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്തത്. ബട്ട് ഹീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ആരുടെ കൺട്രോളിലാണ്, രജിസ്ട്രാറുടെ കൺട്രോളിലാണ്. DCA അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്, പക്ഷേ ആരുടെ കൺട്രോളിലാണ് ചോദിച്ചാൽ ആരുടെ കൺട്രോളിലാണ്, രജിസ്ട്രാറുടെ കൺട്രോളിലാണ് DCA പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്, ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള ഈസ് അപ്പോയിന്റഡ് ബൈ ആരാണ്, ദ ഗവൺമെന്റ് തന്നെയാണ് ഉത്തരവെടുക്കുന്നത് കേട്ടോ. എന്താണ് ഉത്തരവെടുക്കേണ്ടത്, ദ ഗവൺമെന്റ് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ, according to which section of Kerala Cooperative Societies Act is the director of cooperative audit is appointed. അപ്പോൾ KCS ആക്ടിൽ ഏത് സെക്ഷൻ പ്രകാരമാണ് DCA അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഏത് സെക്ഷൻ പ്രകാരമാണ്, സെക്ഷൻ 63 1 പ്രകാരമാണ്. ഓക്കെ, അത് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻ തന്നെയാണ്. അക്കോർഡിംഗ് ടു വിച്ച് സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് അപ്പോയിന്റഡ് എന്ന് ചോദിച്ചാൽ ഏത് സെക്ഷൻ പ്രകാരം തന്നെയാണ്, സെക്ഷൻ 63 1 പ്രകാരം തന്നെയാണ് DCA അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അക്കോർഡിംഗ് ടു വിച്ച് സെക്ഷൻ ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് DCA അപ്പോയിന്റ് ചെയ്യുന്ന സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം എഴുതാം, സെക്ഷൻ 63 1 എന്ന് ഉത്തരവെഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ, ഹൗ ഡാസ് ദ ഗവൺമെന്റ് ഒഫീഷ്യലി അപ്പോയിന്റഡ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഗവൺമെന്റ് DCA എങ്ങനെയാണ് ഒഫീഷ്യലായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ അപ്പോയിന്റ് ചെയ്യുക, ഗസറ്റിൽ നോട്ടിഫിക്കേഷൻ നടത്തിയിട്ടാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. ഒഫീഷ്യൽ ഗസറ്റിൽ എന്ത് ചെയ്യും, പബ്ലിഷ് ചെയ്യും. അങ്ങനെയാണ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ എന്ത് ചെയ്യുന്നത്, അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നോക്കണോ, ത്രൂ ദ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിൽ ഗവൺമെന്റ് എന്ത് ചെയ്യും, നോട്ടിഫൈ ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ നിയമിക്കുന്നത് അല്ലേ. DCAയുടെ റാങ്ക് എന്താണ്, DCA എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നുകിൽ IAS ആയിരിക്കും, അല്ലെങ്കിലോ IA
ആൻഡ് എ എസ് കേട്ടോ. IA and AS പറഞ്ഞ എന്താണ്? ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ റാങ്കിൽ താഴെയല്ലാത്ത ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ IAS കാരൻ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥനോ ആയിരിക്കും എന്ത്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് കേട്ടോ. അപ്പോൾ ഈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനെ എങ്ങനെയാണ് നിയമിക്കുക എന്ന് ചോദിച്ചാൽ ത്രൂ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഒഫീഷ്യൽ ഗസറ്റ്. ഒഫീഷ്യൽ ഗസറ്റിലെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? DCA അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. വാട്ട് ഈസ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കേരള? അപ്പോൾ DCAയുടെ പ്രവർത്തന പരിധി എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ തന്നെയാണ് ഓൾ സ്റ്റേറ്റ് ഓഫ് കേരള. കേരളം മൊത്തം പ്രവർത്തന പരിധിയുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ത്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് പറഞ്ഞാൽ. അപ്പോൾ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്? കേരളത്തിലുള്ള മുഴുവൻ സഹകരണ സംഘങ്ങളുടെയും ഓഡിറ്റ് നടത്തുന്നത്. അതിന് ചുമതലപ്പെട്ട ആളാണ് ആര്? DCA. അപ്പോൾ DCAയുടെ പ്രവർത്തന പരിധി എന്ന് പറഞ്ഞാൽ എവിടെയാണ്? ഓൾ സ്റ്റേറ്റ് ഓഫ് കേരളയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ നാളിതുവരെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പുതിയ അമെൻമെന്റ് ആണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത്. നോക്കൂ. ഹൂ മേ ഡെലിഗേറ്റ് ആൾ ഓർ എനി ഓഫ് ദ പവർ ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ടു സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓർ ദ ഓഫീസേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ? എന്താ അത് പറഞ്ഞാൽ? ആർക്കാണ് DCAയുടെ പവർ DCAയുടെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാറിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കോ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരമുള്ളത്? അപ്പോൾ നോക്കൂ. ഹൂ മേ ഡെലിഗേറ്റ് ആൾ ഓർ എനി ഓഫ് ദ പവർ ഓഫ് ദ രജിസ്ട്രാർ? എന്താ പറയുന്നത്? ഹൂ മേ ഡെലിഗേറ്റ് ആൾ ഓർ എനി ഓഫ് ദ പവർ ഓഫ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. DCAയുടെ പവറിനെ ആർക്കാണ് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുക? ആർക്ക്? സബോർഡിനേറ്റ് ഓഫീസേഴ്സ് ഓർ ടു ദ ഓഫീസേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ. ഒന്നുകിൽ DCAയുടെ സബോർഡിനേറ്റ് ഓഫീസേഴ്സിനോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസേഴ്സിനോ ആർക്കാണ് DCAയുടെ പവറിനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയുക? ആർക്കാണ്? എന്താ ഡെലിഗേഷൻ പറഞ്ഞാൽ? രജിസ്ട്രാർ DCA ചെയ്യേണ്ട ഡ്യൂട്ടിയെ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് എന്ത് ചെയ്യുക? ചെയ്യാൻ പറയുക. അതിനുള്ള അധികാരം ആർക്കാണ് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഗവൺമെന്റിനാണ് കേട്ടോ. ആർക്കാണ് അധികാരമുള്ളത്? ദ ഗവൺമെന്റ് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ആർക്കാണ് അധികാരം? ഗവൺമെന്റിനാണ് കേട്ടോ. അപ്പോൾ DCAയുടെ ഡ്യൂട്ടിയെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരം ആർക്കാണ് ചോദിച്ചാൽ അത് ആർക്കാണ്? അത് ഗവൺമെന്റിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. ആസ് പെർ സെക്ഷൻ 63-4 63-4 പ്രകാരം കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഹൂസ് ഡ്യൂട്ടി ഈസ് ദ ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എവരി ഇയർ. അപ്പോൾ വർഷത്തിലൊരിക്കൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്തുക എന്നുള്ളത് സെക്ഷൻ 63-4 പ്രകാരം ആരുടെ ഡ്യൂട്ടിയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ആസ് പെർ സെക്ഷൻ 63-4 അതായത് സെക്ഷൻ 63 സബ്സെക്ഷൻ 4 പ്രകാരം ഹൂസ് ഡ്യൂട്ടി ഈസ് ടു ഓഡിറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ ഇയർ. സംഘത്തിൻ്റെ ഓഡിറ്റ് വർഷത്തിൽ ഒരിക്കൽ നടത്തിക്കേണ്ട ചുമതല ആർക്കാണ് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും മാനേജിംഗ് കമ്മിറ്റിക്കാണ്. ആർക്ക് തന്നെയാണ്? ദ മാനേജിംഗ് കമ്മിറ്റി ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി തന്നെയാണ് കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിക്കാണ് വർഷത്തിൽ ഒരിക്കൽ ഓഡിറ്റ് നടത്തുക എന്നുള്ള ചുമതലയുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. വിത്തിൻ ഹൗ മെനി മന്ത്സ് ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഷുഡ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ബി ഓഡിറ്റഡ്? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി എത്ര മാസത്തിനുള്ളിൽ സംഘത്തിന്റെ ഓഡിറ്റ് പൂർത്തീകരിച്ചിരിക്കണം? എത്ര സമയത്തിനുള്ളിലാണ്? വിത്തിൻ 6 months ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി 6 മാസത്തിനുള്ളിൽ ഒരു സംഘത്തിന്റെ ഓഡിറ്റ് എന്ത് ചെയ്യണം? പൂർത്തീകരിച്ചിരിക്കണം. അപ്പൊ നോക്കൂ. വിത്തിൻ ഹൗ മെനി മന്ത്സ് ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഷുഡ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ബി ഓഡിറ്റഡ്? എത്ര സമയത്തിനുള്ളിൽ ചോദിച്ചാൽ എത്ര സമയത്തിനുള്ളിലാണ്? 6 monthsനുള്ളിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിത്തിൻ ഹൗ മെനി മന്ത്സ് ഫ്രം ദ ക്ലോസ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ഷുഡ് ദ അക്കൗണ്ട്സ് ഓഫ് എവറി സൊസൈറ്റി ബി ഓഡിറ്റഡ് ചോദിച്ചാൽ 6 months എന്നാണ് ഉത്തരം എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. റെഡ് ലെറ്റർ കേട്ടോ. ഈ റെഡ് ലെറ്റർ അടിച്ചത് എന്താണ്? പുതിയ അമെൻമെന്റ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ഇത് ഈ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ഇത്രയും ഭാഗം KCS ആക്ടിൽ വന്നിട്ടുള്ള അമെൻമെന്റിനെ അങ്ങനെ എടുത്ത് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇത് അതിന്റെ എന്താണ്? ബ്രീഫ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് കേട്ടോ. അതിനെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ താഴത്ത് ഒരു ടേബിൾ കണ്ടന്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ അടിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ എന്താണ് വന്നിരിക്കുന്ന മാറ്റം എന്ന് ചോദിച്ചാൽ അഡീഷൻ ആണ് കേട്ടോ. പുതുതായിട്ട് കൂട്ടിച്ചേർക്കണം. നിലവിലില്ലാത്തൊരു കാര്യത്തിന് എന്ത് ചെയ്യണം? പുതുതായിട്ട് കൂട്ടിച്ചേർത്തിരിക്കണം. സെക്ഷൻ 63-4 കൂടെ പ്രത്യേകം എന്ത് ചെയ്യണം? കൂട്ടിച്ചേർത്തിരിക്കണം കേട്ടോ. 63-4 പ്രകാരം ആർക്കാണ് ഒരു സംഘത്തിന്റെ ഓഡിറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ മാനേജിംഗ് കമ്മിറ്റിക്കാണെന്ന് പഠിച്ചു. അതിന്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ഒരു മറ്റൊരു കാര്യമാണെന്ത്? പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് those societies which are liable to file income tax returns, financial statement or that purpose shall be duly certified by the auditor within 3 months from the end of the financial year. അത് പറഞ്ഞാൽ എന്താണ്? provided further that. കൂടാതെ എന്ത് പറഞ്ഞു? in the case of those society which are liable to file income tax returns. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാൻ ലയബിൾ ആണെങ്കിൽ, ബാധ്യതപ്പെട്ട സംഘമാണെങ്കിൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ദാറ്റ് പർപ്പസ്, ആ പർപ്പസിനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഷാൽ ബി ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ആര് സർട്ടിഫൈ ചെയ്യണം? ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യണം. വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി 3 മാസത്തിനുള്ളിൽ ഒരു ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള സംഘമാണെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്
ആര് സർട്ടിഫൈ ചെയ്തിരിക്കണം? ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് ഇൻ ദ കേസ് ഓഫ് ദോസ് സൊസൈറ്റി വിച്ച് ആർ ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലയബിൾ ആയ ഒരു സംഘമാണെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ദാറ്റ് പർപ്പസ്, ആ പർപ്പസിനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആര് സർട്ടിഫൈ ചെയ്യണം? ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യണം കേട്ടോ. ഷാൽ ബി ഡ്യൂലി സർട്ടിഫൈഡ് ബൈ ദ ഓഡിറ്റർ വിത്തിൻ എത്ര മാസത്തിനുള്ളിൽ? 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി 3 മാസത്തിനുള്ളിൽ. ഓക്കെ, ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം, സൊസൈറ്റി ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺസ് മസ്റ്റ് ഹാവ് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സർട്ടിഫൈഡ് ബൈ ഓഡിറ്റർ വിത്തിൻ 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ലയബിൾ ആണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ആ പർപ്പസിനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റർ ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ആയിട്ട് എത്ര മാസത്തിനുള്ളിൽ? 3 മാസത്തിനുള്ളിൽ സർട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ വരാവുന്ന ചോദ്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ അമെൻമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കാം കേട്ടോ. 63-ൽ 4 എന്ത് ചെയ്തു? കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കൂട്ടിച്ചേർത്തു. എന്താണ് കൂട്ടിച്ചേർത്ത് ചോദിച്ചാൽ, സൊസൈറ്റി ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള സൊസൈറ്റി മസ്റ്റ് ഹാവ് ദെയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സർട്ടിഫൈഡ് ബൈ ആൻ ഓഡിറ്റർ. ആ പർപ്പസിനുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആര് സർട്ടിഫൈ ചെയ്യണം? ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യണം. ഇതിന് എത്ര മാസം? 3 months ഫ്രം ദ എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ ഓഡിറ്റർ ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ആവശ്യമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യണം? സർട്ടിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നമ്മുടെ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. നോക്കൂ, അണ്ടർ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സൊസൈറ്റി ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ മസ്റ്റ് ബി സർട്ടിഫൈഡ് ബൈ ഹും. ആരാണ് സർട്ടിഫൈ ചെയ്യണം പറഞ്ഞത്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ലയബിൾ ആണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റുകൾ ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത്? ഓഡിറ്റർ. നമുക്ക് സംശയിക്കാണ്ട് ഉത്തരം എഴുതാം. എന്താ എഴുതാം? ഓഡിറ്റർ എന്ന് ഉത്തരം എഴുതാം അല്ലെ. ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? ഓഡിറ്റർ ആണ് സർട്ടിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The financial statement for societies liable to income tax returns must be certified within how many months from the end of the financial year? എത്ര സമയത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ റിട്ടേൺസ് ഫയൽ ചെയ്യണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്താണ്? Financial statement for societies liable to file income tax return must be certified within how many months from the end of the financial year? Financial year close ആയി എത്ര സമയത്തിനുള്ളിൽ ഓഡിറ്റർ ഈ ഇൻകം ടാക്സ് റിട്ടേൺ സമർപ്പിക്കുന്നതിന് ആവശ്യമായ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്തിരിക്കണം. എത്ര മാസത്തിനുള്ളിലാണ്? അത് നമ്മൾ പഠിച്ചു. എത്ര മാസമാണ്? 3 months അല്ലേ. ഡൗട്ട് വേണ്ട. എത്ര മാസമാണ്? 3 months. ഓക്കെ, അപ്പോൾ ഇത് അഡീഷണൽ ആണ്, നിലവിലുള്ളതിൽ മാറ്റമല്ല, പുതുതായിട്ട് കൂട്ടിച്ചേർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഈ ചുവപ്പ് അക്ഷരങ്ങളിൽ അടിച്ചതെല്ലാം എന്താണ്? പുതിയ അമെൻമെന്റുകളാണ് കേട്ടോ. കറുത്ത അക്ഷരങ്ങളിൽ അടിച്ചത് മുഴുവൻ എന്താണ്? ഓൾറെഡി നിലവിൽ KCS ആക്ട് ആൻഡ് റൂളിൽ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കൂ. Who is responsible for certifying the financial statement of society that need to file income tax returns under the Kerala Cooperative Societies Act? അതിന് ഞാൻ വേറൊരു രീതിയിൽ അടിച്ചു എന്നേ ഉള്ളൂ. എന്താണ്? Who is responsible for certifying the financial statement of society that need to file income tax returns under Kerala Cooperative Societies Act? പറഞ്ഞ കാര്യം തന്നെ ക്വസ്റ്റ്യനെ ഒന്ന് മാറ്റി അടിച്ചു. എങ്ങനെയാണ്? ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ, റിട്ടേൺ ചെയ്യാൻ ലയബിൾ ആയിട്ടുള്ള സംഘങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരാണ് സർട്ടിഫൈ ചെയ്യുന്നത്? നമുക്ക് ഉത്തരം കൃത്യമായിട്ട് അറിയാം. ആരാണ്? ഓഡിറ്റർ ആണ് കേട്ടോ. ഇനി ചോദ്യം വേറെ രീതിയിൽ അടിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് ഒന്ന് കാര്യമായിട്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത രീതിയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കിയേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. For societies under the Kerala Cooperative Societies Act, which of the following is true regarding the certification of financial statement for income tax return? ഇൻകം ടാക്സ് റിട്ടേണുമായി ബന്ധപ്പെട്ടിട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഒരു ശരിയായ പ്രസ്താവന ഏത് എന്നുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഫോർ സൊസൈറ്റീസ് അണ്ടർ കേരള Cooperative Societies Act, which of the following is true regarding? താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? സർട്ടിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫോർ ഇൻകം ടാക്സ് റിട്ടേൺ. ഇൻകം ടാക്സ് റിട്ടേണുമായിട്ട് ശരിയായ പ്രസ്താവന. സർട്ടിഫിക്കേഷൻ ഈസ് ഓപ്ഷണൽ. ശരിയാണോ? തെറ്റാണ്. ഓപ്ഷണൽ അല്ല, നിർബന്ധമായിട്ടും ആര് ചെയ്യണം? ഓഡിറ്റർ സർട്ടിഫൈ ചെയ്യണം. സർട്ടിഫിക്കേഷൻ മസ്റ്റ് ബി ഡൺ വിത്തിൻ 6 months. തെറ്റാണ്. എത്ര മാസമാണ്? 3 months ആണ്. സർട്ടിഫിക്കേഷൻ മസ്റ്റ് ബി ഡൺ ബൈ ഗവൺമെന്റ് ഒഫീഷ്യൽ. ഗവൺമെന്റ് ഒഫീഷ്യൽ ആണോ? അല്ല. ആരാണ്? ഓഡിറ്റർ ആണ് അല്ലേ. സർട്ടിഫിക്കേഷൻ മസ്റ്റ് ബി ഡൺ വിത്തിൻ 3 months. അത് കറക്റ്റ് ആണ്. എത്ര സമയത്തിനുള്ളിൽ? ഫിനാൻഷ്യൽ ഇയർ ക്ലോസ് ആയി എത്ര മാസത്തിനുള്ളിൽ? വിത്തിൻ 3 months സർട്ടിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ സെക്ഷൻ 63-ൽ 4-ൽ കൂട്ടിച്ചേർത്തിട്ടുള്ള കാര്യത്തിനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നോക്കൂ. അണ്ടർ ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ സൊസൈറ്റി ലയബിൾ ടു ഫയൽ ഇൻകം ടാക്സ് റിട്ടേൺ മസ്റ്റ് ബി സർട്ടിഫൈഡ് ബൈ ഹും. ആരാണ് സർട്ടിഫൈ ചെയ്യേണ്ടത്? അതിന് ഞാൻ വേറൊരു രീതിയിൽ അടിച്ചു എന്നേ ഉള്ളൂ. ആരെന്നെയാണ്? ഓഡിറ്റർ തന്നെയാണ്. ആരാണ്? ഓഡിറ്റർ ഓഫ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് നോക്കൂ.
വീണ്ടും ബ്ലാക്ക് ലെറ്റർ വന്നു. അപ്പോൾ അത് ഓൾറെഡി നിലവിലുള്ള KCS ആക്ട് ആൻഡ് റൂളിലുള്ള കാര്യം തന്നെയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കൂ, വേർ ഈസ് ദ പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഇൻ ഓഡിറ്റിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്പെസിഫൈഡ്. വ്യത്യസ്ത സഹകരണ സംഘങ്ങൾ എങ്ങനെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം എവിടെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്, സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേർ ഈസ് ദ പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ഇൻ ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഒരു കൺസ്യൂമർ സൊസൈറ്റി എങ്ങനെ ഓഡിറ്റ് ചെയ്യണം, ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റി എങ്ങനെ ഓഡിറ്റ് ചെയ്യണം, ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ആണെങ്കിൽ എന്തെല്ലാം പരിശോധിക്കണം എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്? ഹാൻഡ് ബുക്ക് ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഓഡിറ്റ് മാനുവലില് എന്താണ് ഹാൻഡ് ബുക്ക് ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്നറിയപ്പെടുന്നത് എന്തിനാണ്? ഓഡിറ്റ് മാനുവലിനാണ്. അപ്പോൾ ഓഡിറ്റ് മാനുവലിലാണ് എന്ത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എങ്ങനെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ളതിന്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റ് മാനുവൽ ഫസ്റ്റ് പബ്ലിഷ് ചെയ്യപ്പോഴാണ് 1980 മുതൽ അല്ല 1983 എന്ത് ഓഡിറ്റ് മാനുവൽ വന്നത്. അപ്പോൾ ഓഡിറ്റ് മാനുവൽ ആണെന്ത് ഹാൻഡ് ബുക്ക് ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റർ എന്നറിയപ്പെടുന്ന ഓഡിറ്റ് മാനുവലിലാണ് വ്യത്യസ്ത സൊസൈറ്റികളെ എങ്ങനെ ഓഡിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. How often should the director of cooperative audit, in consultation with the registrar, revise, amend or update the audit manual? അപ്പോൾ DCA രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എത്ര വർഷം കൂടുമ്പോൾ ഓഡിറ്റ് മാനുവൽ എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇതെല്ലാം ഓൾറെഡി നിലവിൽ KCS ആക്ട് ആൻഡ് റൂളിൽ ഉള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ കറുത്ത അക്ഷരങ്ങളിൽ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ചുവപ്പ് അക്ഷരം വരുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? കുറച്ചും കൂടി അറ്റൻഷൻ കൊടുത്ത് പഠിക്കുക. കാരണം നിങ്ങൾ ഇതുവരെ പഠിക്കാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ പഠിച്ചത് മാറ്റി പഠിക്കേണ്ടതായോ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ചുവപ്പ് നിറത്തിലുള്ള അക്ഷരങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി അറ്റൻഷൻ കൊടുത്ത് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. അതൊക്കെ നമ്മൾ ഓൾറെഡി പലവട്ടം പഠിച്ചതായിരിക്കും. അപ്പോൾ നോക്കൂ, ഹൗ ഓഫൺ ഷുഡ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ. രജിസ്ട്രാറുമായിട്ട് DCA കൺസൾട്ട് ചെയ്തിട്ട് എത്ര സമയത്തിൽ ഓഡിറ്റ് മാനുവൽ റിവൈസ് ചെയ്യണം? എത്രയാണ്? എവരി 5 ഇയർ. ഓരോ 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഓഡിറ്റ് മാനുവൽ റിവൈസ് ആൻഡ് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? നമ്മുടെ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ ഡ്യൂട്ടിയാണ് അല്ലേ? ആരുടെ ഡ്യൂട്ടിയാണ്? DCAയുടെ ഡ്യൂട്ടി. According to KCS Act, the procedure for auditing accounts of different type of cooperative society should follow. എന്തിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് വ്യത്യസ്ത സംഘങ്ങൾ എന്ത് ചെയ്യണത്? ഓഡിറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? The audit manual approved by the director of cooperative auditor or guidelines and direction issued by the registrar. അപ്പോൾ according to the KCS Act പ്രകാരം the procedure for auditing accounts of different type of cooperative society should follow. വ്യത്യസ്ത തരത്തിലുള്ള സംഘങ്ങൾ ഓഡിറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയർ ഫോളോ ചെയ്യേണ്ടത് എന്തിനനുസരിച്ചിട്ടാണ് ചോദിച്ചാൽ the audit manual approved by the DCA. എന്തിനനുസരിച്ചിട്ട്? the audit manual approved by the director of cooperative audit and അല്ലെങ്കിൽ or guidelines and directions issued by the registrar. അപ്പോൾ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് പ്രകാരമോ അല്ലെങ്കിൽ ഓഡിറ്റ് മാനുവൽ DCA അപ്രൂവ് ചെയ്ത ഓഡിറ്റ് മാനുവൽ പ്രകാരമോ എന്ത് ചെയ്യേണ്ടത്? വ്യത്യസ്ത സംഘങ്ങളുടെ ഓഡിറ്റ് പ്രൊസീജിയർ നിർവഹിക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Who approves the audit manual that specifies the procedure for auditing accounts of different type of cooperative society? ആരാണ് ഓഡിറ്റ് മാനുവൽ അപ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല. ഓഡിറ്റ് മാനുവൽ അപ്രൂവ് ചെയ്യേണ്ട ആളാരാണ്? DCA, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ who approves the audit manual that specifies the procedure for auditing accounts of different type of cooperative society? സ്പീഡായി തോന്നണ്ട, നമ്മുടെ പരീക്ഷ ആയതുകൊണ്ട് കുറച്ച് വേഗത്തിൽ എടുത്താലേ എന്തുള്ളൂ കാര്യങ്ങൾ തീങ്ങുള്ളൂ. അപ്പോൾ ഇത് എല്ലാം നമ്മൾ ഓൾറെഡി പലവട്ടം പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ സെക്ഷൻ 63 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പലവട്ടം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ അമെൻമെൻറ്റ് വരുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഇതെല്ലാം നമ്മൾ പഠിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കുറച്ച് സ്പീഡായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഹു അപ്രൂവ് ദ ഓഡിറ്റ് മാനുവൽ ദാറ്റ് സ്പെസിഫൈ ദ പ്രൊസീജിയർ ഫോർ ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ആരാണ് ഓഡിറ്റ് മാനുവൽ അപ്രൂവ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. DCA നമ്മൾ പറഞ്ഞില്ലേ? DCA അപ്രൂവ് ചെയ്യും. ഓരോ 5 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യണം? രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നോക്കൂ, ബിസൈഡ് ദ ഓഡിറ്റ് മാനുവൽ വിച്ച് എൻറ്റിറ്റീസ് മേ ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഓർ ഡയറക്ഷൻ ഫോർ ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് ഓഫ് ഡിഫറെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതായത് ഓഡിറ്റ് മാനുവലിനെ കൂടാതെ ബിസൈഡ് ദ ഓഡിറ്റ് മാനുവൽ വിച്ച് എൻറ്റിറ്റീസ് മേ ഇഷ്യൂ ഗൈഡ് ലൈൻസ് ഓർ ഡയറക്ഷൻ? ആരാണ് ഓഡിറ്റ് ചെയ്യാൻ ആവശ്യമായ ഗൈഡ് ലൈൻസും ഡയറക്ഷനും ഈ ഓഡിറ്റ് മാനുവലിനെ കൂടാതെ കൊടുക്കുന്നത്? ഓഡിറ്റിംഗ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ വ്യത്യസ്ത സംഘങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ ഓഡിറ്റ് മാനുവൽ കൂടാതെ ആരെല്ലാമാണ് ഡയറക്ഷനും ഗൈഡ് ലൈൻസും കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ആരെല്ലാമാണ് കൊടുക്കുന്നത്? ഓൺലി നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, നബാർഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോയ്സ് നബാർഡ്, രണ്ടാമത്തെ ചോയ്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, മൂന്നാമത്തെ ചോയ്സ് ബോത്ത് നബാർഡ് ആൻഡ് RBI ആസ് വെൽ ആസ് ദ രജിസ്ട്രാർ. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ? നബാർഡ് കൊടുക്കും, രജിസ്ട്രാർ കൊടുക്കും,
കൂടാതെ ആരും കൊടുക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും കൊടുക്കും. അപ്പോൾ ഓഡിറ്റ് മാനുവലിനെ കൂടാതെ ആരുടെയൊക്കെ ഡയറക്ഷൻ പാലിച്ചുകൊണ്ട് വേണം ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചാൽ ബോത്ത് നബാർഡ് ആൻഡ് RBI ആസ് വെൽ ആസ് ദ രജിസ്ട്രാറും RBIയും നബാർഡും പറയുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം വേണം എന്ത് ചെയ്യാൻ. കൂടാതെ ഓഡിറ്റ് മാനുവൽ നോക്കിയിട്ട് വേണം ഒരു സംഘത്തിൻ്റെ ഓഡിറ്റ് പൂർത്തിയാക്കാൻ. ഓക്കെ, അപ്പോൾ ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ നോക്കൂ, നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കൂ. ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓർ ബൈ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം ഈസ് വാലിഡ് ഫോർ ഓൾ പർപ്പസ് റിക്വയർഡ് ടു ബി ഫൈൽഡ് ബിഫോർ വിച്ച് അതോറിറ്റീസ്. അപ്പോൾ ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആര് തന്നെയാണ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക? DCA തന്നെയാണ് ഇഷ്യൂ കേട്ടോ. ഓർ ബൈ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം. ഇപ്പോൾ DCA എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആരാണ്? നമ്മുടെ ഒരു താലൂക്കിലുള്ള സംഘമാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടറാണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഓർ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം ഈസ് വാലിഡ് ഫോർ ഓൾ പർപ്പസ് റിക്വയർഡ് ടു ബി ഫൈൽഡ് ബിഫോർ. ഏതൊക്കെ കാര്യത്തിന് വാലിഡ് ആണ്? ആരുടെയൊക്കെ മുന്നിൽ ഇത് പ്രസന്റ് ചെയ്യാന്ന് ചോദിച്ചാൽ ആരുടെയൊക്കെ മുന്നിൽ പ്രസന്റ് ചെയ്യാം? ബോത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റൽ അതോറിറ്റീസ്. അപ്പോൾ ഗവൺമെന്റിന്റെയും നോൺ ഗവൺമെന്റൽ അതോറിറ്റീസിന്റെയും മുന്നിൽ നമുക്ക് എന്ത് വാലിഡ് ആണ്? ഈ DCA കൊടുക്കുന്ന ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ് കേട്ടോ. അപ്പോൾ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഏതൊക്കെ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാമെന്ന് ചോദിച്ചാൽ ബോത്ത് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റൽ പർപ്പസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അതോറിറ്റിന് മുന്നിൽ ഒരു പ്രൂഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രസന്റ് ചെയ്യാം. അപ്പോൾ അതാണ് ദ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഓർ ബൈ എനി ഓഫീസർ ഓതറൈസ്ഡ് ബൈ ഹിം ഈസ് വാലിഡ് ഫോർ ഓൾ പർപ്പസ് റിക്വയർഡ് ടു ബി ഫൈൽഡ് ബിഫോർ വിച്ച് അതോറിറ്റീസ് എന്ന് ചോദിച്ചാൽ ബോത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് നോൺ ഗവൺമെന്റൽ എൻറ്റിറ്റീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു എക്സൈസ് കൺട്രോൾ ഓവർ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ DCA ആരുടെ കൺട്രോളിലാണെന്ന് ചോദിക്കുന്നത്? ആരുടെ കൺട്രോളിലാണ്? തീർച്ചയായിട്ടും രജിസ്ട്രാറുടെ കൺട്രോളിലാണ് അല്ലേ? ആരുടെ കൺട്രോളിലാണ്? RCSന്റെ കൺട്രോളിലാണ്. പക്ഷേ അപ്പോയിന്റിംഗ് അതോറിറ്റി ആരാണ്? ഗവൺമെന്റ് ആണ് അപ്പോയിന്റിംഗ് അതോറിറ്റി. അപ്പോൾ ആരാണ് അപ്പോയിന്റിംഗ് അതോറിറ്റി ചോദിച്ചാൽ ഗവൺമെന്റ് ആണ്. പക്ഷേ ഹീസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ആരാണ്? രജിസ്ട്രാർ ആണ് കേട്ടോ. അപ്പോൾ ഹു എക്സൈസ് കൺട്രോൾ ഓവർ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന്റെ മേലെ അധികാരമുള്ളത് കൺട്രോൾ ഉള്ളത് ആർക്കാണ് ചോദിച്ചാൽ ആർക്കാണ്? രജിസ്ട്രാർക്ക് കണ്ടോ. അതേപോലെ ഗവൺമെന്റ് നിയമിച്ചിട്ട് രജിസ്ട്രാർ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു ഉദ്യോഗസ്ഥനാണ് ആര്? വിജിലൻസ് ഓഫീസർ കേട്ടോ. DIG റാങ്കിലുള്ള വിജിലൻസ് ഓഫീസർ. ഓക്കെ, അപ്പോൾ ഹു എക്സൈസ് കൺട്രോൾ ഓവർ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ചോദിച്ചാൽ ആരാണ്? രജിസ്ട്രാർ ആണ്. ആരാണ്? രജിസ്ട്രാർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കൂ. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് അടിച്ചിട്ട് ഇങ്ങനെ വെട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നിലവിലുള്ള അമെൻമെന്റ് വന്നതുകൊണ്ട് മാറ്റിപ്പടിക്കേണ്ടതായ കാര്യമാണ് കേട്ടോ. ഓൾറെഡി ഉണ്ട്, ഇപ്പോൾ ഉള്ളതാണ്, അതിനെന്ത് ചെയ്യണം? മാറ്റി പഠിക്കണം. ഇത് മാറിയിട്ട് മറ്റു കാര്യങ്ങൾ പുതിയ അമെൻമെന്റ് ആയി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്താണ്? ഹു അപ്പോയിന്റ് ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഫോർ ഓഡിറ്റിംഗ് എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഫ്രം വേർ ആർ ദേ ചൂസൺ. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഹു അപ്പോയിന്റ് ദ ഓഡിറ്റർ ഓർ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഫോർ ഓഡിറ്റിംഗ് എവരി സൊസൈറ്റി ആൻഡ് ഫ്രം വേർ ആർ ദേ ചൂസൺ. എവിടെ നിന്നാണ് അവരെ ചൂസ് ചെയ്യുക? ആരാണ് ഓഡിറ്റ് ചെയ്യേണ്ടതാണ് ചോദ്യം. പണ്ടത് എങ്ങനെയായിരുന്നു? ദ ജനറൽ ബോഡി ഓർ സ്പെഷ്യൽ ജനറൽ ബോഡി ഫ്രം ദ ഓഡിറ്റേഴ്സ് പാനൽ അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നായിരുന്നു അതിൻ്റെ ഉത്തരം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവുക. അതായത് നമ്മുടെ ഓൾറെഡി നിലവിലുള്ള കേസസ് 2024 മുൻപ് അമെൻമെന്റ് വരുന്നതിന് മുൻപ് ആരാണ് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? ജനറൽ ബോഡിയോ സ്പെഷ്യൽ ജനറൽ ബോഡിയോ ആണ് എന്ത് ചെയ്യേണ്ടത്? ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യേണ്ടത്. എവിടുന്ന്? പാനൽ അപ്രൂവ്ഡ് ഫ്രം ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അങ്ങനെയായിരുന്നു നമ്മുടെ ഓൾറെഡി അമെൻമെന്റിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ എങ്ങനെയായി മാറി എന്നാണ് ഇനി നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നോക്കൂ, ചോപ്പിൽ അടിച്ചിട്ടുണ്ട്. ഈ അടിച്ച കാര്യം എന്താണ്? അമെൻമെന്റ് ആണ്. കൃത്യമായിട്ട് ശ്രദ്ധയോടുകൂടി നോക്കണം കേട്ടോ. എന്താണ്? സെക്ഷൻ 63(9) നമ്മൾ 63 പഠിക്കണം. അപ്പോൾ വെറും 9 എന്നിട്ടാ സെക്ഷൻ 63(9) എന്നാണ് അർത്ഥം കേട്ടോ. ആസ് പെർ സെക്ഷൻ 63(9) അമെൻമെന്റ് ആണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആഡിങ് അല്ല, കൂട്ടിച്ചേർക്കലല്ല, ഉള്ളതിനെ അമെൻഡ് ചെയ്തിരിക്കണം കേട്ടോ. എങ്ങനെ അമെൻഡ് ചെയ്തിരിക്കണം നോക്കൂ. എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോസ്റ്റ് ബി ഓഡിറ്റഡ് ബൈ എ ടീം ഓഫ് ഓഡിറ്റർ അപ്പോയിന്റഡ് ബൈ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. നമ്മൾ പറഞ്ഞല്ലോ ഇത്ര നേരം നമ്മൾ പഠിച്ചത് എന്താണ്? ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ് ചോദിച്ചാൽ ആരാണ്? ജനറൽ ബോഡി അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി എന്നാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇനി മുതൽ നമ്മൾ എന്ത് മാറ്റി പഠിക്കണം? അവിടെ ഓഡിറ്റർ പാനൽ അപ്രൂവ് ചെയ്ത ഓഡിറ്റർ എന്നല്ല, ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആക്ടിൽ എന്ത് കൊണ്ടുവന്നു? ടീം ഓഡിറ്റ് കൊണ്ടുവന്നു. ഓക്കെ, ടീം ഓഡിറ്റ് നമ്മുടെ ആക്ടിൽ ഈ പറഞ്ഞ നിയമപ്രകാരം എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു കേട്ടോ. നേരത്തെയുണ്ട്, പക്ഷെ അതൊന്നും കൂടി എന്ത് ചെയ്തു? ഉറപ്പാക്കി. അപ്പോൾ എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ കോസ്റ്റ് ബി ഓഡിറ്റഡ് ബൈ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. അപ്പോൾ ആരാണ്? ടീം ഓഫ് ഓഡിറ്റേഴ്സ് അപ്പോയിന്റഡ് ബൈ ആര്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അപ്പോൾ ഇനി മുതൽ ടീം ഓഫ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് ചോദിച്ചാൽ ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ബൈ ആൻഡ് നോട്ടിഫൈഡ് ബൈ ദ ഗവൺമെന്റ്.
ആര് അപ്രൂവ് ചെയ്യുന്ന സ്കീം പ്രകാരം? ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന സ്കീം പ്രകാരം DCA അപ്പോയിന്റ് ചെയ്യുന്ന ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ് ഇനി മുതൽ എന്തിന്റെ ഓഡിറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്താണ് അമെൻമെന്റ് വന്നത് എന്ന് ചോദിച്ചാൽ സെക്ഷൻ 63(9) പ്രകാരം എന്താണ് അമെൻമെന്റ് എന്ന് ചോദിച്ചാൽ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ചെയ്യേണ്ടത്. അവരെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. അവരെന്തിനനുസരിച്ചിട്ടാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇൻ അക്കോർഡൻസ് വിത്ത് ദ സ്കീം അപ്രൂവ്ഡ് ആൻഡ് നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് നോട്ടിഫൈ ചെയ്ത സ്കീം പ്രകാരമാണ് ഇനി എന്ന് മുതൽ എന്ത് ചെയ്യേണ്ടത്? ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ഓഡിറ്റർമാർ ഓഡിറ്റ് ചെയ്യേണ്ടത്. ഇനി ഈ സ്കീമിൽ എന്തൊക്കെയാണ് ഉള്ളത് ചോദിച്ചാൽ ദ കോമ്പോസിഷൻ, സ്ട്രക്ചർ ഓഫ് ദ ടീം, മോഡ് ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ്, മോഡ് ഓഫ് പ്രോസസിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട് ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ സ്കീം അപ്രൂവ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന ആ സ്കീമിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക ചോദിച്ചാൽ ദ കോമ്പോസിഷൻ, സ്ട്രക്ചർ ഓഫ് ദ ടീം, മോഡ് ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ്, മോഡ് ഓഫ് പ്രോസസിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്കീമിൽ ഉണ്ടാവും. അപ്പോൾ ഗവൺമെന്റ് ഒരു സ്കീം പ്രിപ്പയർ ചെയ്യും. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ദ കോമ്പോസിഷൻ, സ്ട്രക്ചർ ഓഫ് ദ ടീം, മോഡ് ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ്, മോഡ് ഓഫ് പ്രോസസിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്. ഈ സ്കീമിനനുസരിച്ചിട്ട് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് നിയമിക്കുന്ന ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആരുടെ ഓഡിറ്റ് നടത്തും? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഓഡിറ്റ് നടത്തും. ഇത് നമ്മുടെ ആക്ടിലുള്ള കാര്യങ്ങളെ അങ്ങനെ അടിച്ചതാണ്. ഇനി ഇതിനെ ഒന്നും കൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കാം? നോക്കൂ, എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി കേട്ടോ, നമ്മളതിനെ ഒന്ന് ബ്രീഫ് ആക്കിയതാണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് ഓർത്ത് വെക്കാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ചെറുതാക്കിയതാണ് കേട്ടോ. നോക്കൂ, എവരി കോപ്പറേറ്റീവ് സൊസൈറ്റി മസ്റ്റ് ബി ഓഡിറ്റഡ് ബൈ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. അറിയാലോ, അപ്പോയിന്റഡ് ബൈ ആര്? DCA. ആസ് പെർ ദ സ്കീം അപ്രൂവ്ഡ് ബൈ, ആര് അപ്രൂവ് ചെയ്യുന്ന സ്കീം പ്രകാരം? ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന സ്കീം പ്രകാരം. ഇനി ആ സ്കീമിൽ എന്തൊക്കെയുണ്ട്? ദ സ്കീം ഇൻക്ലൂഡ് ദ കോമ്പോസിഷൻ, സ്ട്രക്ചർ ഓഫ് ദ ടീം, മോഡ് ഓഫ് കണ്ടക്ടിങ് ദ ഓഡിറ്റ് ആൻഡ് മോഡ് ഓഫ് പ്രോസസിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് വരാനുള്ള സാധ്യതയുള്ളത്. Every cooperative society must be audited by the team of auditors appointed by Director of Cooperative Auditor. As per the scheme approved by the state government. ഇനി ആ സ്കീമിൽ എന്തൊക്കെയുണ്ട്? The scheme includes the composition, structure of the team, mode of conducting and mode of preparing, processing and preparing audit report. ഓക്കെ, ഇതാണ് സെക്ഷൻ 63-ലാണ്, 64-ലല്ല, സെക്ഷൻ 63-9 കേട്ടോ. എന്താണ് സെക്ഷൻ 63-9 വന്നിട്ടുള്ള മാറ്റം? ഓക്കെ, 64-അല്ല, ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് വന്നതാണ്. 63-9 പ്രധാനപ്പെട്ട മാറ്റം കേട്ടോ. ഇനി നോക്കൂ, നെക്സ്റ്റ്. ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓൾറെഡി ഉണ്ട്, അത് മാറ്റി പഠിക്കണം കേട്ടോ. ഇഫ് ദർ ആർ നോ ഓഡിറ്റേഴ്സ് അവൈലബിൾ ഫോർ ദ ഓഡിറ്റ് ഫ്രം ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഹൂ ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി അപ്പോയിന്റ് എന്നായിരുന്നു. ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം എമംഗ് ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇനി ആർക്ക് മാത്രം ഓഡിറ്റ് നടത്താൻ പറ്റൂ? ടീം ഓഫ് ഓഡിറ്റേഴ്സ് കേട്ടോ. DCA അപ്രൂവ് ചെയ്ത ടീം ഓഫ് അപ്പോയിന്റ് ചെയ്യുന്ന ടീം ഓഫ് ഓഡിറ്റേഴ്സിന് മാത്രമാണ് എന്ത് ചെയ്യുക? കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് നടത്താൻ പറ്റുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ റെലവെന്റ് അല്ല ഇനി മുതൽ കേട്ടോ. ഓഡിറ്റിംഗ് ഫേംസ് എന്ന്, അതായത് ഓഡിറ്ററെ അപ്പോയിന്റ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ ഓഡിറ്റിംഗ് ഫേംസ് എന്ന്, അതായത് DCA അപ്രൂവ് ചെയ്ത പാനലിൽ നിന്ന് എന്ത് ചെയ്യാം? ഓഡിറ്റർമാരെ നിയമിക്കാം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇല്ല. ഇനി ഈ ക്വസ്റ്റിനും പോയി. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ അപ്പോയിന്റിംഗ് ദ ഓഡിറ്റർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 63-9 ചോദിച്ചാൽ ജനറൽ ബോഡി ഒരു സ്പെഷ്യൽ ജനറൽ ബോഡിയാണ്, അതും പോയി. ഇനി മുതൽ ആരാണ്? സെക്ഷൻ 63-9 പ്രകാരം ടീം ഓഫ് ഓഡിറ്ററെ നിയമിക്കുന്നത് ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റിനും പോയി. ഇനി റെഡിൽ അടിച്ചതാണ്, പുതിയ അമെൻമെന്റ് ആണ്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നോക്കൂ, who appoints the team of auditors for auditing every cooperative society? ആരാണ് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ആരാണ് അപ്പോയിന്റ് ചെയ്യുക? തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അപ്പോയിന്റ് ദ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഷുഡ് അപ്പോയിന്റ് ദ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത് വെച്ചാൽ ആരാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. ഇനി നോക്കൂ, ദ സ്കീം ഫോർ ഓഡിറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻക്ലൂഡിംഗ് ദ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഓഡിറ്റ് ടീം മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ആൻഡ് നോട്ടിഫൈഡ് ബൈ. അതായത് ദ സ്കീം ഫോർ ഓഡിറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻക്ലൂഡ്, സ്കീമിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നാണ് കേട്ടോ. ഓക്കെ, എന്താ ക്വസ്റ്റ്യൻ? ദ സ്കീം ഫോർ ഓഡിറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻക്ലൂഡ്, സ്കീമിൽ എന്തൊക്കെ ഉണ്ടാവുക? നമ്മൾ പറഞ്ഞ സ്കീം തയ്യാറാക്കുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആ സ്കീമിൽ എന്തൊക്കെയുണ്ട്? കോമ്പോസിഷൻ, സ്ട്രക്ചർ ഓഫ് ദ ഓഡിറ്റ് ടീം മസ്റ്റ് ബി അപ്രൂവ്ഡ് ബൈ ആൻഡ് നോട്ടിഫൈഡ് ബൈ. ഇതൊക്കെ ആരാണ് അപ്രൂവ് ചെയ്യുകയും നോട്ടിഫൈ ചെയ്യുകയും ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അല്ലേ. അപ്പോൾ ദ സ്കീം ഫോർ ഓഡിറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻക്ലൂഡിംഗ് ദ കോമ്പോസിഷൻ, സ്ട്രക്ചർ, മോഡ് ഓഫ് പ്രിപ്പയറിംഗ് ആൻഡ് പ്രോസസിംഗ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഒക്കെ എന്തുണ്ട്? ആ സ്കീമിലുണ്ട്. ആ സ്കീം പ്രിപ്പയർ ചെയ്യേണ്ടത് ആരാണ് ചോദിച്ചാൽ ആരാണ്? അത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കേട്ടോ. അപ്പോൾ സ്കീം ഫോർ ഓഡിറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഇൻക്ലൂഡിംഗ് ദ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഓഡിറ്റ് ടീം മസ്റ്റ് ബി അപ്രൂവ്ഡ് ആൻഡ് നോട്ടിഫൈഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് കേട്ടോ. ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ.
വാട്ട് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സ്കീം അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അതിനെ വേറൊരു രീതിയിൽ അടിച്ചു എന്ന് മാത്രം നിങ്ങൾക്ക് ഒന്നും കൂടി ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് നോക്കൂ. വാട്ട് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ ആ സ്കീമിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻക്ലൂഡ് ചെയ്ത സ്കീമിൽ ഓഡിറ്റിന് ആവശ്യമായ സ്കീം സ്റ്റേറ്റ് ഗവൺമെന്റ് പറയുന്നു പറഞ്ഞു. എന്നിട്ട് ടീം ഓഫ് ഓഡിറ്റ് ആര് അപ്പോയിന്റ് ചെയ്യും? DC അപ്പോയിന്റ് ചെയ്യും. ആ സ്കീം പ്രകാരം DC അപ്പോയിന്റ് ചെയ്യുന്ന ടീം ഓഫ് ഓഡിറ്റ് എന്ത് ചെയ്യും? സംഘത്തിന്റെ ഓഡിറ്റ് പൂർത്തിയാക്കും. അപ്പൊ ആ സ്കീമിൽ എന്തൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ടീം ഉണ്ടാകും എന്ന് പറഞ്ഞില്ലേ? ഉണ്ടാവും. കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ടീം എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. മോഡ് ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. മോഡ് ഓഫ് പ്രോസസിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട്, മോഡ് ഓഫ് പ്രോസസിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട് അതും ഉണ്ടാവും. അപ്പോൾ ആൾ ഓഫ് ദ എബോവ് എന്നാണ് കറക്റ്റ് ആൻസർ എഴുതുന്നത് കേട്ടോ. എന്താ കറക്റ്റ് ആൻസർ? ആൾ ഓഫ് ദ എബോവ് എന്നാണ്. അപ്പോൾ നോക്കൂ, വാട്ട് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സ്കീം അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫോർ ദ ഓഡിറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രിപ്പയർ ചെയ്യുന്ന സ്കീമിൽ എന്തൊക്കെ ഉണ്ടാവും ചോദിച്ചാൽ കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഓഡിറ്റ് ടീം ഉണ്ടാവും. മോഡ് ഓഫ് കണ്ടക്ടിങ് ഓഡിറ്റ് ഉണ്ട്. മോഡ് ഓഫ് പ്രോസസിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്. അപ്പോൾ കൂടെ കറക്റ്റ് ആൻസർ എന്ത് വരും? ആൾ ഓഫ് ദ എബോവ് എന്ന് ആൻസർ വരും. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. അക്കോർഡിംഗ് ടു ദ സ്കീം അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ദ ഓഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കണ്ടക്ടഡ് ബൈ ആരാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന സ്കീം പ്രകാരം DC അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക? നോക്കൂ, ഇൻഡിവിജ്വൽ ഓഡിറ്റേഴ്സ്, ടീം ഓഫ് ഓഡിറ്റേഴ്സ്, എക്സ്റ്റേണൽ കൺസൾട്ടൻസ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ് എന്നൊക്കെയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരം എന്താണ്? എ ടീം ഓഫ് ഓഡിറ്റേഴ്സ്. ആരാണ് കണ്ടക്ട് ചെയ്യേണ്ടത്? ടീം ഓഫ് ഓഡിറ്റേഴ്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. The team of auditors for cooperative society is appointed by ആരാണ് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ദ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അപ്പോയിന്റഡ് ബൈ എന്ന് ചോദിച്ചാൽ ആരാ അപ്പോയിന്റ് ചെയ്യുക? അത് DC തന്നെ. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ദ ടീം ഓഫ് ഓഡിറ്റേഴ്സ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് അപ്പോയിന്റഡ് ബൈ ആരാണ് ടീം ഓഫ് ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും DC ആണ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കൂ. അപ്പോൾ ഇത് ഈ ചോപ്പിൽ അടിച്ചത് മാത്രമാണ് അമെൻമെന്റ് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ ഓൾറെഡി ഉള്ള കാര്യമാണ്. പിന്നെ അതിൽ ചെറിയൊരു ഭാഗം കൂടി ഉണ്ട്. ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള ഏരിയയും കൂടി മാറ്റുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന ഒരു ഭാഗമാണ്. ഒരു വലിയ അമെൻമെന്റ് ആണ്. ഓൾറെഡി ഉള്ള കുറേ അധികം കാര്യങ്ങളുണ്ട്. ചെറിയ അമെൻമെന്റ് ഉണ്ട് കേട്ടോ. നോക്കൂ, അമെൻമെന്റിലെ സെക്ഷൻ 63 10 ആണ്. 63 9 നമ്മൾ ഇത്ര നേരം പഠിച്ചത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? 63 10 കുറിച്ചാണ് കേട്ടോ. സെക്ഷൻ 63 10 എന്താണ് ഈ പറയുന്ന കാര്യം നോക്കൂ. ആസ് പെർ 63:10 പ്രകാരം ദ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഫ് ആൾ അപ്പെക്സ് സൊസൈറ്റീസ്, ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഫ് ആൾ അപ്പെക്സ് സൊസൈറ്റീസ്, അപ്പെക്സ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടും ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, കൂടാതെ ആരുടെയും കൂടി അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള വേർഡ് കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്നുള്ള വേർഡ് എന്താണ്? പുതുതായിട്ട് വന്നതാണ്. ഷാൽ ബി ഓഡിറ്റഡ് ബൈ ഓഡിറ്റിംഗ് ഫേംസ്. ആരാ ഓഡിറ്റ് ചെയ്യേണ്ടത്? ഷാൽ ബി ഓഡിറ്റഡ് ബൈ ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം എമംഗ് ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ DCA. അപ്പോൾ DCA അപ്രൂവ് ചെയ്യുന്ന പാനലിൽ നിന്നും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയും അപ്പെക്സ് സൊസൈറ്റിയുടെയും ഓഡിറ്റ് ആരാ നടത്തുക ചോദിച്ചാൽ അവിടെ ടീം ഓഫ് ഓഡിറ്റേഴ്സ് അല്ല, ഓഡിറ്റിംഗ് ഫേംസ് ആണ് നടത്തുന്നത് കേട്ടോ. ആരാ നടത്തുന്നത്? ഓഡിറ്റിംഗ് ഫേംസ് ആണ്. ഓക്കെ, ഫ്രം എമംഗ് ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് അക്കൗണ്ട്സ് ഓഫ് അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റീസ്. കൂടാതെ അസിസ്റ്റഡ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. എന്താ അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള അസിസ്റ്റൻസ് വാങ്ങി പ്രവർത്തിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റികളാണ് എന്ത് പറയുക? ഗവൺമെന്റ് അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുക. കേരളത്തിലെ മുഴുവൻ സംഘങ്ങളും എന്താണ്? ഗവൺമെന്റ് അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടോ? നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വേറെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അസിസ്റ്റഡ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് ഷെയർ ആയിട്ടോ അല്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ടോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള സഹായം വാങ്ങി പ്രവർത്തിക്കുന്ന ഏതൊരു സംഘം എന്താണ്? അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടോ? സെക്ഷൻ 2 ഡെഫിനിഷൻ്റെ ഭാഗത്ത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ and the administrative matters and related accounts of assisted apex society shall be audited by departmental auditors. അപ്പോൾ അവിടെ 2 ക്വസ്റ്റ്യൻ പഠിക്കണം. അപ്പെക്സ് സൊസൈറ്റിയുടെയും അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും ഓഡിറ്റ് ആരാണ് കണ്ടക്ട് ചെയ്യുക ചോദിച്ചാൽ ആരാണ്? ഓഡിറ്റിംഗ് ഫേംസ് ആണ്. എവിടുന്ന്? DCA അപ്രൂവ് ചെയ്യുന്ന പാനലിൽ നിന്ന്. ഇനി അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് അക്കൗണ്ട്സ് ഓഫ് അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ അവിടെ ആരാണ് ചെയ്യുക ചോദിച്ചാൽ ആരാണ്? ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ്. ആൻഡ് സബ്മിറ്റ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ടു ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ആർക്ക് തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത്? DCAക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. ഇഫ് ഓഡിറ്റ് ഡിസ്ക്ലോസസ് എനി മിസ്അപ്രോപ്രിയേഷൻ ഓർ ഫ്രോഡ് ഓർ ഡിഫാൾക്കേഷൻ of money or property of or asset of the society, audit team shall prepare a special report and forward them to director of cooperative audit and registrar. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മിസ്അപ്രോപ്രിയേഷനോ മാൽ പ്രാക്ടീസോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയുടെ അപഹരണമോ അങ്ങനെ ഏതെങ്കിലും കാണുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അത് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനും രജിസ്ട്രാർക്കും കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം ചോദിച്ചാൽ DCAക്കും കൊടുക്കണം. ആർക്കും കൊടുക്കണം? രജിസ്ട്രാർക്കും കൊടുക്കണം. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ? അതായത്
ആൻഡ് സബ്മിറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് ടു ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓഡിറ്റ് റിപ്പോർട്ട് ആർക്ക്? അസിസ്റ്റഡ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും അപെക്സ് സൊസൈറ്റി അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഒക്കെ റിപ്പോർട്ട് ആർക്കാണ് കൊടുക്കേണ്ടത്? DCAക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. If the audit disclose any misappropriation or fraud or defalcation of money or property or asset of the society, audit team shall prepare a special report and forward same to the director of cooperative audit and registrar. അപ്പോൾ ആർക്കൊക്കെ കൊടുക്കണം? DCAക്ക് രജിസ്ട്രാർക്ക് സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുക്കണം. The registrar himself, അപ്പം എന്ത് ചെയ്യും? രജിസ്ട്രാറുടെ സ്വമേധയാലുള്ള ഇഷ്ടപ്രകാരമോ അല്ലെങ്കിൽ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് രജിസ്ട്രാർ, DC ആണെങ്കിൽ രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ ഇറ്റ് ഷാൽ ബി ഫോർവേഡഡ് ടു ദ വിജിലൻസ് ഓഫീസർ അപ്പോയിന്റഡ് അണ്ടർ സെക്ഷൻ 68A ഓഫ് 68A ഫോർ ഡീറ്റെയിൽഡ് എൻക്വയറി കേട്ടോ. അപ്പോൾ സെക്ഷൻ 68A പ്രകാരം രജിസ്ട്രാർ അതിനെ എവിടേക്ക് അയക്കും? നേരെ ഡീറ്റെയിൽഡ് എൻക്വയറിക്ക് വേണ്ടിയിട്ട് വിജിലൻസ് ഓഫീസർക്ക് അയക്കും. രജിസ്ട്രാർ ആണെങ്കിൽ രജിസ്ട്രാറുടെ സ്വന്തം ഇഷ്ടപ്രകാരം അയക്കാം. DC ആണെങ്കിൽ ആരുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ അയക്കാൻ പറ്റൂ? രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് മാത്രമേ അയക്കാൻ പറ്റൂ. അപ്പോൾ സെക്ഷൻ 63-10 ഈ പറഞ്ഞ അമെൻമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇനി നോക്കൂ, അതിനെ ഒന്ന് ബ്രീഫായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് കുറച്ച് ചെറിയൊരു ടേബിളായിട്ട് അടിച്ചിട്ടുണ്ട്. എന്താണ് നോക്കൂ? ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് അപെക്സ് സൊസൈറ്റി ആൻഡ് അർബൻ ബാങ്ക്സ് ആർ ഓഡിറ്റഡ് ബൈ. ആരെ ഓഡിറ്റ് ചെയ്യണം? അപ്രൂവ്ഡ് ഫേംസ്. ആര് അപ്രൂവ് ചെയ്യുന്ന ഫേം? DC അപ്രൂവ് ചെയ്യുന്ന ഫേം കേട്ടോ. നമുക്കൊന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് ബ്രീഫ് ആക്കിയതാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഓഫ് അപെക്സ് സൊസൈറ്റി ആൻഡ് അർബൻ ബാങ്ക്സ് ആർ ഓഡിറ്റഡ് ബൈ അപ്രൂവ്ഡ് ഫേംസ്. ആര് അപ്രൂവ് ചെയ്യുന്ന ഫേം? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, DCA അപ്രൂവ് ചെയ്യുന്ന ഫേം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ മനസ്സിലായി. ആര് അപ്രൂവ് ചെയ്യുന്ന ഫേമാണ്? DC അപ്രൂവ് ചെയ്യുന്ന ഫേം. ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ഹാൻഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഓഫ് അസിസ്റ്റഡ് അപെക്സ് സൊസൈറ്റി. അപ്പോൾ അസിസ്റ്റഡ് അപെക്സ് സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആര് ഓഡിറ്റ് ചെയ്യും? ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യും. അപ്പോൾ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ഹാൻഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഫോർ അസിസ്റ്റഡ് അപെക്സ് സൊസൈറ്റി. മിസ്അപ്രോപ്രിയേഷൻ ഓർ ഫ്രോഡ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ഇൻ എ സ്പെഷ്യൽ റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് വിജിലൻസ്. DCAക്കും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് രജിസ്ട്രാർ കേട്ടോ, വിജിലൻസ് അല്ല. മിസ്അപ്രോപ്രിയേഷൻ ഓർ ഫ്രോഡ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു സ്പെഷ്യൽ റിപ്പോർട്ട് ടു ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആൻഡ് രജിസ്ട്രാർ. ഇനി എന്ത് ചെയ്യും? ദെൻ ഫോർവേഡ് ടു, ഇനി രജിസ്ട്രാർ ഹിംസെൽഫോ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ DCA രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ അതാർക്ക് കൊടുക്കും? വിജിലൻസ് ഓഫീസർ ഫോർ എൻക്വയറി. ഇതാണ് ആ പറഞ്ഞ അമെൻമെന്റിന്റെ ഒരു ബ്രീഫ് കേട്ടോ. എന്താണ്? ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഫ് എ അപെക്സ് സൊസൈറ്റി ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആർ ഓഡിറ്റഡ് ബൈ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് അല്ലെങ്കിൽ DCA. ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ഹാൻഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ഓഫ് ഓഡിറ്റ് ഓഫ് അസിസ്റ്റഡ് അപെക്സ് സൊസൈറ്റി. അസിസ്റ്റഡ് അപെക്സ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആര് ഓഡിറ്റ് ചെയ്യും? ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് ചെയ്യും. മിസ്അപ്രോപ്രിയേഷനോ ഫ്രോഡോ കണ്ടെത്തിയാൽ നേരെ ആർക്ക് റിപ്പോർട്ട് ചെയ്യും? സ്പെഷ്യൽ റിപ്പോർട്ടായിട്ട് DCAക്കും രജിസ്ട്രാർക്കും ടീം ഓഫ് ഓഡിറ്റേഴ്സ് കൊടുക്കും. ഇനി അത് രജിസ്ട്രാർ എന്ത് ചെയ്യും? രജിസ്ട്രാർ സ്വമേധയായോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ അതാർക്ക് കൊടുക്കും? വിജിലൻസ് ഓഫീസർക്കോ കൊടുക്കും. ഓക്കെ, സെക്ഷൻ 68A പ്രകാരം നിയമിക്കപ്പെടുന്ന വിജിലൻസ് ഓഫീസർക്ക് കൊടുക്കും. ഓക്കെ, ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്താണ്. ഇത് നമ്മൾ പഴയ അമെൻമെന്റിൽ ഇപ്പോൾ നിലവിലുള്ളതാണ്. അതിനെ മാറ്റിയിട്ടാണ് പുതിയത് വന്നത്. അപ്പോൾ എന്താണ് നോക്കൂ? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ് ദി ഫിനാൻഷ്യൽ അക്കൗണ്ട് ഓഫ് ആൾ അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് പാർഷ്യലി ശരിയാണ്. അപ്പോൾ അപെക്സ് സൊസൈറ്റി മാത്രമല്ല, ആരും കൂടി വന്നു? അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൂടി വന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ട് അപെക്സ് സൊസൈറ്റി എന്ന് മാത്രമല്ല ഇവിടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൂടി ഉണ്ട്. ഇത് ശരിയാണോ ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കൂടി വന്നതുകൊണ്ട് ഇതിനെ മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ എന്ന് കൂടി ചേർക്കുക? അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് കൂടി പഠിക്കുക കേട്ടോ. ആരാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു? ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ കോപ്പറേറ്റീവ് ഓഡിറ്റർ കേട്ടോ. DC അപ്രൂവ് ചെയ്യുന്ന പാനലിൽ നിന്നാണ് ഈ പറഞ്ഞ അപെക്സ് സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഓഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആരും കൂടി അതിൽ ഉൾപ്പെട്ടു? നമ്മുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും കൂടി ഉൾപ്പെട്ടു. ഓക്കെ, അപ്പോൾ നോക്കൂ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ്? എന്താണ് ക്വസ്റ്റ്യൻ? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് അക്കൗണ്ട് ഓഫ് അസിസ്റ്റഡ് അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ? ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഓഡിറ്റിംഗ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് റിലേറ്റഡ് അക്കൗണ്ട്സ് ഓഫ് അസിസ്റ്റഡ് അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ആരാണ് ഓഡിറ്റ് ചെയ്യണം പറഞ്ഞത്? അസിസ്റ്റഡ് സൊസൈറ്റി ആണെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് നടത്തുന്നത് ആരാണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ് അല്ലേ? അസിസ്റ്റഡ് അപെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓഡിറ്റ് ആരാ നടത്തുക? ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ്. ആരാ നടത്തേണ്ടത്? ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ്. അത് നമ്മുടെ പഴയ അമെൻമെന്റിലും അങ്ങനെ തന്നെയാണ്. പഴയ ആക്ട് നമ്മുടെ 24 മുൻപുള്ള അമെൻമെന്റ് നടത്തുന്നതിന് മുൻപുള്ള ആക്ടിലും അങ്ങനെ തന്നെയാണ്. അമെൻമെന്റിന് ശേഷവും തന്നെയാണ് ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിന് വ്യത്യാസമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, ബ്ലാക്കിൽ അടിച്ചതിന് വ്യത്യാസമില്ല, റെഡിൽ അടിച്ചതാണ് വ്യത്യാസം കേട്ടോ. അപ്പോൾ ഇത് മാറ്റി പഠിക്കണം. നോക്കൂ, ടു ഹോം ഈസ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് അസിസ്റ്റഡ് അപെക്സ് സൊസൈറ്റി സബ്മിറ്റഡ് ചോദിച്ചാൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് അത് വ്യത്യാസമില്ല. കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് പഠിക്കണം എന്നേ ഉള്ളൂ. അതെന്താണെന്ന് നോക്കാം കേട്ടോ. നോക്കൂ,
To whom should the auditor of a cooperative society submit the audit report? Audit report ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് തന്നെയാണ്. ഇനി സ്പെഷ്യൽ റിപ്പോർട്ട് ആകുമ്പോഴാണ് ആര് DCAയും രജിസ്ട്രാറും വരുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് മാറി നോക്കൂ. Who audit the financial account of all Apex societies and all urban cooperative bank? എല്ലാ Apex സൊസൈറ്റിയുടെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെയും ഓഡിറ്റ് ആരാണ് ചെയ്യേണ്ടത്? ആരാ ചെയ്യേണ്ടത്? Who audit the financial accounts of all Apex society? അതായത് ഓഡിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന്റെ കാര്യമാണ് കേട്ടോ. ഫിനാൻഷ്യൽ അക്കൗണ്ട് ആരാ ഓഡിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആരാ ഓഡിറ്റ് ചെയ്യേണ്ടത്? ഓഡിറ്റിംഗ് ഫേംസ് ഫ്രം ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ DCA അപ്രൂവ് ചെയ്യുന്ന പാനലിൽ നിന്നുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യേണ്ടത്? ഫിനാൻഷ്യൽ അക്കൗണ്ട് അപ്പെക്സ് സൊസൈറ്റിയുടെ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകൾ ഓഡിറ്റ് ചെയ്യേണ്ടത് ആരാണ്? DCA അപ്രൂവ് ചെയ്യുന്ന പാനലിൽ നിന്നാണ്. അപ്പോൾ ഓഡിറ്റിംഗ് ഫ്രം ദ പാനൽ അപ്രൂവ്ഡ് ബൈ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Who audit the administrative matters and related account of assisted Apex society? And the question, who audits the administrative matters and related account of assisted Apex society? ഒരു assisted Apex society ആണെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും റിലേറ്റഡ് അക്കൗണ്ട്സുകളും ആരാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ആരാണ്? അസിസ്റ്റഡ് അപ്പെക്സ് സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ്, ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഓഡിറ്റിംഗ് ഫേംസ് ഓഡിറ്റ് ചെയ്തു. അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യേണ്ട ആരാണ്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ്. ആരാ ഓഡിറ്റ് ചെയ്യേണ്ടത്? ഡിപ്പാർട്ട്മെന്റൽ ഓഡിറ്റേഴ്സ് ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. To whom must the audit report of Apex society and urban cooperative bank submitted? അപ്പോൾ to whom must the audit report of Apex societies and urban cooperative bank be submitted? ആരാണ് to whom must the audit report of Apex society and urban cooperative bank submitted? ആർക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് കേട്ടോ. അപ്പോൾ ആർക്കാണ് അപ്പെക്സ് സൊസൈറ്റിയുടെയും അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളുടെയും റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത് ചോദിച്ചാൽ ആർക്ക് തന്നെയാണ്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിന് തന്നെയാണ് കൊടുക്കേണ്ടത്. ആർക്ക് തന്നെയാണ്? DCAക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. If an audit disclose any misappropriation or fraud, നമ്മൾ പറഞ്ഞു ഓഡിറ്റിൽ മിസ്അപ്രോപ്രിയേഷനോ ഫ്രോഡോ കണ്ടെത്തുകയാണെങ്കിൽ ഓഡിറ്റ് ടീം മസ്റ്റ് പ്രിപ്പയർ എ സ്പെഷ്യൽ റിപ്പോർട്ട് ആൻഡ് ഫോർവേഡ് ടു. ഓഡിറ്റ് ടീം എന്ത് ചെയ്യണം? ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അത് ആർക്ക് കൊടുക്കണം? അത് നമ്മുടെ രജിസ്ട്രാർ ആൻഡ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് കൊടുക്കണം. ആർക്ക് കൊടുക്കണം? ദ രജിസ്ട്രാർ ആൻഡ് ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ആർക്കാണ് കൊടുക്കേണ്ടത് ചോദിച്ചാൽ രജിസ്ട്രാർക്കും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇഫ് ആൻ ഓഡിറ്റ് ഡിസ്ക്ലോസ് എനി മിസ്അപ്രോപ്രിയേഷൻ ഓർ ഫ്രോഡ് ദ ഓഡിറ്റ് ടീം മസ്റ്റ് പ്രിപ്പയർ എ സ്പെഷ്യൽ റിപ്പോർട്ട് ആൻഡ് ഫോർവേഡ് ഇറ്റ് ടു ദ രജിസ്ട്രാർ ആൻഡ് ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ആർക്കാണ് കൊടുക്കേണ്ടത്? രജിസ്ട്രാർക്കും ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റിനുമാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Who is responsible for forwarding the special report to vigilance officer for detailed enquiry? ആരാണ് സ്പെഷ്യൽ റിപ്പോർട്ട് വിജിലൻസ് ഓഫീസർക്ക് ഡീറ്റെയിൽഡ് എൻക്വയറിക്ക് കൊടുക്കേണ്ടത്? അത് നമ്മൾ പറഞ്ഞില്ലേ, ആരാണ് കൊടുക്കുക? ഒന്നുകിൽ രജിസ്ട്രാർ ഹിംസെൽഫോ അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടോ വേണം എന്ത് ചെയ്യാൻ? ഈ പറഞ്ഞ സ്പെഷ്യൽ റിപ്പോർട്ട് സെക്ഷൻ 68A പ്രകാരം നിയമിക്കപ്പെടുന്ന വിജിലൻസ് ഓഫീസർക്ക് കൊടുക്കുവാൻ. അപ്പോൾ who is responsible for forwarding the special report to the vigilance officer for detailed enquiry എന്ന് ചോദിച്ചാൽ നമ്മൾ ആരാ ഉത്തരവ് എഴുതേണ്ടത്? ദ രജിസ്ട്രാർ ഓർ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ. ആരാണ് കൊടുക്കേണ്ടത് ചോദിച്ചാൽ ദ രജിസ്ട്രാർ ഓർ ദ ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദ രജിസ്ട്രാർ. രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് DCA ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ രജിസ്ട്രാർ ഓർ ഒന്നുകിൽ രജിസ്ട്രാർ നേരിട്ട് കൊടുക്കും അല്ലെങ്കിൽ DCA എന്ത് ചെയ്യും? രജിസ്ട്രാറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് വിജിലൻസ് ഓഫീസർക്ക് കൊടുക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ ലേയിങ് ദ ഓഡിറ്റ് റിപ്പോർട്ട് ടു ദ അക്കൗണ്ട്സ് ഓഫ് ആൻ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഇൻക്ലൂഡ് ദ റിപ്പോർട്ട് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ വെക്കണം? നിയമസഭയിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ വെക്കണം. ഇതിൻ്റെയൊക്കെ കൂടെ ഫിനാൻഷ്യൽ റിപ്പോർട്ടും വെക്കണം, കൂടാതെ അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സും വെക്കണം. അതാ വെക്കേണ്ടത് ആരാണ് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആരാണ്? ഗവൺമെന്റ് ആണ്. ഡൗട്ട് ഇല്ലാത്ത കാര്യമാണ്. അതാരാ വെക്കേണ്ടത്? ദ ഗവൺമെന്റ്. ഉത്തരം ആരാണ്? ദ ഗവൺമെന്റ് കേട്ടോ. ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ലേയിങ് ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് ആൻ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി which include the report of administrative matters before the legislative assembly? legislative assembly മുൻപാകെ വെക്കേണ്ടത് ആരാണ് ചോദിച്ചാൽ ആരാണ്? ഗവൺമെന്റ് ആണ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി മുൻപാകെ അപ്പെക്സ് സൊസൈറ്റിയുടെ ഓഡിറ്റ് റിപ്പോർട്ട് വെക്കേണ്ടത്. ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്തൊക്കെ വെക്കും ചോദിച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടും വെക്കും, ഫിനാൻഷ്യൽ റിപ്പോർട്ടും വെക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The audit report of the accounts of Apex society shall be laid before which body? ആരുടെ മുൻപാകെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് വെക്കേണ്ടത്? ആരുടെ മുൻപാകെ വെക്കുക? സ്റ്റേറ്റ് നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി മുൻപാകെയാണ്. ആരുടെ മുൻപാകെയാണ്? ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി മുൻപാകെയാണ് കേട്ടോ. അപ്പോൾ ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് ദ അക്കൗണ്ട്സ് ഓഫ് അപ്പെക്സ് സൊസൈറ്റി ഷാൽ ബി ലെയ്ഡ് ബിഫോർ. ആർക്ക് മുൻപാകെയാണ് വെക്കേണ്ടത് ചോദിച്ചാൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി മുൻപാകെയാണ് വെക്കേണ്ടത്. ഓക്കെ, ആരാ വെക്കേണ്ടത്? ഗവൺമെന്റ് ആണ് വെക്കേണ്ടത് അല്ലേ. എന്തൊക്കെ വെക്കും?
ഫിനാൻഷ്യൽ റിപ്പോർട്ടും വയ്ക്കും, കൂടാതെ എന്ത് വയ്ക്കും, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് റിപ്പോർട്ടും വയ്ക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 63 12 കുറിച്ചാണ് കേട്ടോ. സെക്ഷൻ 63 12 കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പുതിയ അമെൻമെൻറ്റും പഴയ അമെൻമെൻറ്റും നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോകണം. കാരണം പുതിയ അമെൻമെൻറ്റ് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പരീക്ഷ ഏതിലായിരിക്കുമെന്ന് നമ്മുടെ ഇൻസ്പെക്ടറുടെ പരീക്ഷ ഏതിലായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. CSEB കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പുതിയ അമെൻമെൻറ്റ് പ്രകാരമാണ് പരീക്ഷ. അപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളെ വ്യക്തമായ ഒരു ധാരണയോടുകൂടി പഠിച്ച് മനസ്സിലാക്കുക. പഠിക്കുമ്പോൾ എന്താണ് പഠിക്കുന്നത് എന്നുള്ള കൃത്യമായ ഒരു ധാരണ ആർക്കുണ്ടായിരിക്കണം, പഠിക്കുന്ന ആൾക്കുണ്ടായിരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ പരീക്ഷ ഹാളിൽ കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റൂ. വേറൊരു കാര്യം കൂടി പറയാം, വെറുതെ പഠിച്ചിട്ട് പോയതുകൊണ്ട് ഒരിക്കലും നമുക്ക് പരീക്ഷ വിജയിക്കാൻ കഴിയില്ല. പരീക്ഷാ ഹാളിൽ കൃത്യമായി എന്ത് ചെയ്യണം, അത് പ്രസൻറ്റ് ചെയ്യാനും കൂടി കഴിയണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബുദ്ധിയും വിവേകവും എല്ലാം എന്ത് ചെയ്യണം, പരീക്ഷാ ഹാളിൽ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ പരീക്ഷ ഈസി ആയിട്ട് വിജയിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ പഠിക്കുന്നത് കൃത്യമായും വ്യക്തമായും ഒരു ധാരണയോടുകൂടി പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് പഠിക്കണം, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്തിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെക്ഷൻ 63 ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. ബാക്കി ഭാഗം നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിജയാശംസകൾ. ഓക്കെ, താങ്ക് യു.